വാങ്ക് വിളിക്കുമ്പോൾ എല്ലാം വിളിക്കുന്ന ആളെ പോലെ തന്നെ കേൾക്കുന്നവരും പറയണമല്ലോ. എന്നാൽ ഹയ്യാലൽ സ്വലാത്തിനും ഫലാഹിനും മാത്രം അത് വേണ്ടാത്തത് എന്തുകൊണ്ടാണ്? ചോദിച്ചിരിക്കുന്നത് സുഹ്റ ബീവിയാണ്, കുളത്തൂപ്പുഴ നിന്നും. നമ്മൾ വാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? അല്ലാഹു അക്ബർ. മുഅദ്ദിൻ സാഹിബ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിൻ സാഹിബ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മളും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നെ സലാത്താണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മുഅദ്ദിൻ സാഹിബ് പറയുന്ന ഹയ്യ അലസ് സ്വലാത്ത്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഹയ്യ അലസ് സ്വലാത്ത് എന്നല്ല, നമ്മൾ പറയേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വീണ്ടും മുഅദ്ദിൻ സാഹിബ് പറയുന്നു ഹയ്യ അൽ ഫലാഹ്. അപ്പോൾ നമ്മൾ പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നത് വളരെ നല്ല ചോദ്യമാണ്. കാരണം ആലോചിക്കുമ്പോൾ എല്ലാവർക്കും തോന്നേണ്ട ഒരു കാര്യമാണല്ലോ, എന്താണ് ഇതിൻ്റെ വ്യത്യാസം? അതായത് അല്ലാഹു അക്ബർ ഒക്കെ നമ്മൾ അള്ളാഹു വലിയവനാണ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നു, അതൊക്കെയാണ് പറയുക. ഹയ്യാല സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് അള്ളാഹു നിങ്ങളെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തിനാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്? നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരുമെന്ന് തിരിച്ച് വിളിക്കലല്ല, നമ്മൾ മറുപടി പറയേണ്ട ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഞാൻ വരാൻ റെഡിയാണ്, പക്ഷേ എനിക്ക് വരാൻ, എൻ്റെ യാത്രാ സൗകര്യം, നടന്നു വരാൻ, എനിക്ക് അവിടെ എത്താനുള്ള കഴിവ് എല്ലാം നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒരു കഴിവും ഒരു ത്രാണിയുമില്ല ഉന്നതനും മഹാനുമായ റബ്ബിനെ കൊണ്ടല്ലാതെ. ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷേ നീ തന്ന കഴിവ്, നീ തന്ന ആരോഗ്യം, നീ തന്ന സൗഭാഗ്യം, അതല്ലാതെ എൻ്റെ അടുത്തൊന്നുമില്ല പടച്ചവനെ എന്നാണ് അതിന് മറുപടി. ആ അർത്ഥം പറഞ്ഞ് നമ്മൾ പറഞ്ഞു നോക്കിയാൽ വാങ്ക് തീരുമ്പോൾ നമ്മൾ കരയും. ഹയ്യ അലൽ ഫലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എത്ര സുന്ദരമാണ്. അതുകൊണ്ടാണ് അവിടെ മാത്രം ദിക്റിന് വ്യത്യാസം വന്നത്. അള്ളാഹു ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതെ, ഭൗതിക വർത്തമാനങ്ങൾ പറയാതെ, ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഈമാനിനെ സംരക്ഷിക്കാനും നിസ്കാരം നിലനിർത്താനും അള്ളാഹു ഭാഗ്യം തരട്ടെ. ആമീൻ.